ബംഗാളിൽ ബി.ജെ.പി. സർക്കാരിന്റെ നടപടികളെ ഭയന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക കൗൺസിലർമാർ അടക്കം നിരവധി പേർ രാജിവെക്കുന്നതായി കൊൽക്കത്തയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 128 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒട്ടുമിക്കതും ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസാണ്. ഇപ്പോഴും ഈ മുനിസിപ്പാലിറ്റികളുടെയൊക്കെ കാലാവധി ഇനിയും 2-3 വർഷമുണ്ട്. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് എല്ലാ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും കൈയടക്കി വച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി അഗ്നിമിത്ര പോൾ ഈ കാര്യം പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യും എന്ന് ഭയന്ന് പല ഉദ്യോഗസ്ഥരും രാജിവെച്ച് നെട്ടോട്ടമോടി പോയതായി കൊൽക്കത്തയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ കൗൺസിലർമാരിൽ പലരും രാജിവെക്കുകയോ പാർട്ടി വിട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്ന പതിവ് ഇപ്പോൾ ബംഗാളിൽ പതിവായിരിക്കുകയാണ്. പല മേഖലകളിലും വൻ അഴിമതിയാണ് തൃണമൂൽ കൗൺസിലർമാർ നടത്തിയത് എന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും തദ്ദേശ സ്വയംഭരണ മന്ത്രി അഗ്നിമിത്ര പോളും ഇതേക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി നടപടിയെടുക്കും എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബംഗാളിലെ വിവിധ മുനിസിപ്പാലിറ്റികളിലെ ഈ കൂട്ടരാജി ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. എല്ലാ മേഖലകളിലും തൃണമൂൽ സാന്നിധ്യവും തൃണമൂലിന്റെ ഒരു തരത്തിലുള്ള അടക്കി ഭരണവുമാണ് എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾക്കും അവരുടെ ഗുണ്ടകൾക്കുമായി മാത്രം മാറ്റിവെച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒന്നും കൊടുക്കാതെ ഫണ്ട് കോടിക്കണക്കിന് രൂപ വെട്ടിക്കുകയാണ് എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചൊക്കെ വിശദമായി അന്വേഷിക്കും എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് ഭയന്ന് ഇപ്പോൾ തൃണമൂൽ കൗൺസിലർമാർ യാതൊരു നിർവാഹവുമില്ലാതെ രാജിവെക്കുകയോ ഒളിച്ചോടുകയോ ചെയ്യുകയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഭാഗം മാത്രമാണെന്നും ഇതുപോലെ എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ വ്യാപകമായി അഴിമതിയും ക്രമക്കേടും നടക്കുന്നു എന്നും തൃണമൂൽ ഗുണ്ടകൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അഴിമതിയും ഫണ്ട് വെട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തന്നെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ബി.ജെ.പി. പരാതിപ്പെടുന്നു. ഇതിനൊക്കെ ഒരു അറുതി വരുത്തുന്നതിനായിട്ട് എല്ലായിടത്തും വിജിലൻസ് പോലീസ് അന്വേഷണങ്ങളും മറ്റ് വകുപ്പ് തല നടപടികളും അന്വേഷണങ്ങളും ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ അടക്കം തൃണമൂൽ കോൺഗ്രസ് അനുഭാവികളായ ഉദ്യോഗസ്ഥർ അടക്കം മുനിസിപ്പാലിറ്റികളിൽ നിന്നും കോർപ്പറേഷനുകളിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടരും എന്നാണ് സൂചന. നാളെയും മറ്റന്നാളുമായിട്ട് ചില അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വിവിധ മുനിസിപ്പൽ ഓഫീസുകളിലേക്ക് എത്തും എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് പലരും ഒളിച്ചോടുകയാണ് എന്ന് ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബി.ജെ.പി. അന്വേഷണത്തെ ഭയന്ന് തൃണമൂൽ ഗുണ്ടകൾ ഓടിയൊളിക്കുന്നു എന്ന രീതിയിലാണ് ബി.ജെ.പി. ഇതിനെ പ്രചരിപ്പിക്കുന്നത്. ഇത് ഒരു പുതിയ ബംഗാളാണെന്നും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ ഭരിക്കുന്നത് എന്നും ഇതിനു മുൻപ് നടത്തിയ അഴിമതികളും അതുപോലെയുള്ള സ്വജനപക്ഷപാതങ്ങളും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പുറത്തു കൊണ്ടുവന്ന് അവരെയൊക്കെ ജയിലിലടയ്ക്കും എന്നും ബി.ജെ.പി. നേതാക്കൾ എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നുമുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമിടുന്നുണ്ട്. മാത്രമല്ല അതനുസരിച്ച് ശക്തമായ നടപടികളുമായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും മറ്റ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും രംഗത്തിറങ്ങിയതോടെ തൃണമൂൽ ഭയന്ന് വിറയ്ക്കുകയാണ്. അങ്ങനെ ഈ ഒളിച്ചോട്ടം തുടരും എന്ന് സൂചനകൾ പുറത്തുവരുന്നു.